അതാണ് ശ്രീനിവാസന്റെ ഒരു ബ്രില്യൻസും വരുന്നത്. ശ്രീനിവാസൻ അത് വേറൊരു തരത്തിലോട്ട് മാറ്റിയെടുത്തു. പക്ഷെ ഈ ലെറ്ററിൽ പറയുന്ന മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ശരിക്കും മമ്മൂട്ടിക്ക് അങ്ങനെ കത്തയക്കുന്ന ഒരു അത് ശരിക്ക് അന്ന് സിനിമ മദ്രാസിലാണ്. അന്ന് മദ്രാസില് വുഡ്ലാൻഡ്സ് ഹോട്ടലിലാണ് ഇവരുടെ എല്ലാവരും താമസിക്കുന്നത്, സിനിമക്കാരെല്ലാവരും താമസിക്കുന്നത്. അത് അന്ന് മമ്മൂട്ടി തന്നെ ഒരിക്കൽ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. അന്ന് വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ സ്ഥിരമായിട്ട് ഒരു റൂമുണ്ട്. ആ റൂമിലാണ് മമ്മൂട്ടി, നെടുമുടി വേണു, അതായത് സ്ഥിരമായിട്ട് ഇവര് രണ്ടുപേരും പല സിനിമയ്ക്ക് വരികയാണെങ്കിലും ഇവര് ആ റൂമിലാണ്. പക്ഷെ ഇവര് പറഞ്ഞത് ഇവരെന്ത് തിരക്കേറിയ നടന്മാരാണ്. ഇവർ രണ്ടുപേരും ആ റൂമിൽ ഷൂട്ടിങ്ങിൽ, അതായത് ഇവർ തമ്മിൽ ചിലപ്പോൾ കാണില്ല, കാരണം മമ്മൂട്ടി ഷൂട്ടിന് പോകുമ്പോഴായിരിക്കും നെടുമുടി വന്ന് കിടന്നുറങ്ങുന്നത്. പക്ഷെ ഇവരില്ലെങ്കിൽ സ്ഥിരമായിട്ട് ആ റൂമിൽ കിടന്നുറങ്ങിയിരുന്ന ആളുകളായിരുന്നു അന്ന് അപ്കമിങ് ആയിരുന്ന ശ്രീനിവാസൻ, പ്രിയദർശൻ, കമല്. ഇവരൊന്നും അങ്ങനെ സിനിമയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. പക്ഷെ ഇവരില്ലെങ്കിൽ ഇവരുടെ റൂമിൽ അവരായിരിക്കും കിടന്നുറങ്ങുക എന്ന് പറയുന്ന ഒരു തമാശ. അന്ന് സ്ഥിരമായിട്ട്, ഇന്നിപ്പോ നമ്മൾ ഇൻസ്റ്റയിൽ മെസ്സേജ്, വാട്സപ്പ് എന്നുള്ള, അന്ന് കത്ത് എഴുതലാണ്. അന്ന് മമ്മൂക്കയ്ക്ക് സ്ഥിരമായിട്ട് കുറെ കത്തുകൾ വരും. ഈ കത്തൊക്കെ ശ്രീനിവാസനെ വായിക്കുക. അന്നത്തെ ആ ഒരു കത്തിൽ ഇതേപോലെ മമ്മൂട്ടി ചേട്ടനോ എന്തോ പറഞ്ഞ് എഴുതിയിരുന്നത് ശ്രീനിവാസന്റെ മനസ്സിൽ കിടന്നിരുന്നു. ശരിയാ, കാരണം മമ്മൂട്ടി എന്ന് പറയുമ്പോൾ നമ്മളെല്ലായിടത്തും കേൾക്കണ ഇക്കാമ, വെള്ളിക്കാമ, മമ്മൂട്ടിക്ക, അങ്ങനെയൊക്കെയല്ലേ മമ്മൂക്കാന്നൊക്കെയാണ്. പക്ഷെ ഈ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ട്രൈക്കിംഗ് ആണ് പേര് തന്നെ. ഈ ഇപ്പൊ മുത്താരംകുന്ന് 40 വർഷം മുമ്പാണ്. അന്ന് ആ സിനിമയില് ലിസി വായിച്ചിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഫ്രണ്ടിന്റെ അടുത്ത്, മമ്മൂട്ടി ചേട്ടന് 2 മക്കളാണത്രേ എന്ന് പറയുന്നുണ്ട്. അതേപോലെ പറഞ്ഞിട്ട് ആ സിനിമയിൽ പല സ്ഥലങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ അടുത്ത് കാണാമറയത്ത് സിനിമ കളിക്കുന്നുണ്ട്, നമുക്ക് അതൊന്ന് പോയി കണ്ടാലോ. അന്ന് കാണാമറയത്ത് ഹിറ്റായിട്ടുള്ള സിനിമയാണ്. അപ്പൊ മമ്മൂട്ടിയുടെ, അതായത് ഇന്നും നമ്മളൊരു സിനിമ പറയുമ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സിനിമകളിൽ റെഫറൻസ് വരുന്നു. അന്നും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ മമ്മൂക്കിയല്ല, ലാലേട്ടനല്ല, അവരെ കുറിച്ചുള്ള എത്ര ജനറേഷൻ മാറി മാറി പോയാലും അവരെ കുറിച്ചുള്ള ഒരു റെഫറൻസ് ഒരു സിനിമയിൽ ഉണ്ടെങ്കിൽ ആ സിനിമ അംഗീകരിക്കും എന്നുള്ള ഒരു ഇത് തന്നെയാണ്. ഇപ്പൊ 85 മുത്താരംകുന്ന് ഇറങ്ങിയ ശേഷം അന്ന് ഹിറ്റായില്ലെങ്കിലും പിന്നീട് അത് ചർച്ചയായി. ഈ സിനിമ 2010 നമ്മുടെ മലയാളി ആയ തന്നെ ഡയറക്ടർ TK രാജകുമാർ ഹിന്ദിയിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ഗുസ്തി എന്നായിരുന്നു സിനിമയുടെ പേര്. അതെ, നമ്മുടെ രാജ്പാൽ യാദവ് ആണ് അതിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചത്. അതായത് അന്ന് അത് എത്രത്തോളം ഹിറ്റായിരുന്നു അറിയില്ല, പക്ഷെ അത് അദ്ദേഹം റീമേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിനോടുള്ള ഒരു പുതുമയില്ല. അതിപ്പോ നമ്മളിപ്പോ മലയാളത്തിൽ അതാണ് ഒരു മലയാള സിനിമയുടെ ഒരു പ്രത്യേകത. അതായത് ഇപ്പം ഹിന്ദിയിലോ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലോ 80s ഒക്കെ ഇറങ്ങിയ സിനിമകൾ നമ്മൾ കുറെ വർഷം കഴിഞ്ഞ് ഡബ് ചെയ്ത് ഇറങ്ങുന്നത് കുറവാണ്. പക്ഷെ മലയാളത്തിലെ സിനിമകൾ, 80s സിനിമകൾ ഇപ്പോഴും ഡബ് ചെയ്ത് ഇറങ്ങി അവിടെ ഹിറ്റ് ആവുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം പൂച്ചക്കുരി, മൂക്കുത്തി, ബോയിങ്, മൺചിത്രത്താഴൊക്കെ എത്രയോ വർഷം കഴിഞ്ഞാണ് അവിടെ ഡബ് ചെയ്ത്. അതായത് ആ ടോപ്പിക്സ് അതല്ലെങ്കിൽ അതിൽ പറയുന്ന കഥയ്ക്ക് അന്നും റിലവന്റ് ആണെങ്കിൽ അന്നും അംഗീകരിക്കുന്ന ആളുകൾ അംഗീകരിക്കുന്ന കഥകളായതുകൊണ്ടാണ് അത്. അപ്പൊ മേക്കിങ്ങിൽ കുറച്ച് വ്യത്യാസം വരും, ടെക്നിക്കലി കുറച്ച് പെർഫെക്ഷൻ ഒക്കെ വരും. അവരുടെ ബോയിങ്ങിനെ കുറിച്ച് പ്രിയദർശൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അന്ന് ബോയിങ് ചെയ്തപ്പോൾ വളരെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്തതാണ്, എനിക്ക് വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത് ഗരം മസാല ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ റിസോഴ്സസും വെച്ചിട്ട് വേറെ തരത്തിൽ, പക്ഷെ അതിന്റെ എസൻസ് സെയിം ആണ് എന്ന് പറയുന്ന പോലെ ഈ മുത്താരംകുന്നിന്റെ ആ ഒരു എസൻസ് സെയിം ആണ്. അപ്പൊ എന്തായാലും ആ സിനിമ ഒന്നുകൂടി കാണുക, പണ്ട് കണ്ടതല്ലേ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ 40 വർഷം ലാലേട്ടൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, പക്ഷെ ലാലേട്ടനാണ് ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇവരുടെ ഗെറ്റ് ടുഗദറിന് വരണത്. അപ്പൊ സിനിമയിലെ 40 വർഷം അവര് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് അവർ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഓഡിയൻസിനും ആഘോഷിക്കാം, ആ സിനിമ ഒന്നുകൂടിയും കാണാം. നമ്മള് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലേ, പൂജപ്പുര രവി, കുതിരവട്ടം പപ്പുവിന്റെ ഒരു രാഷ്ട്രീയക്കാരന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഉഗ്രൻ ക്യാരക്ടറാണ്. നമ്മൾ ഇപ്പോൾ അതിപ്പോ ഇലക്ഷന്റെ ഒക്കെ സമയമാണ്. നമ്മൾ ഈ ഇലക്ഷന്റെ സമയത്തൊക്കെ നമ്മളിപ്പോ TV-യിൽ രാഷ്ട്രീയക്കാരുടെ പലതരത്തിലുള്ള പെർഫോമൻസുകളൊക്കെ നമ്മൾ ന്യൂസിൽ കാണുന്നുണ്ട്. അതൊക്കെ ശരിക്കും 80s നമ്മുടെ സിനിമയിൽ ഇന്നസെന്റും ഈ കുതിരട്ടം പപ്പും ശങ്കരാടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇന്ന് നമുക്ക് റിയൽ ആയിട്ട് ന്യൂസിൽ കാണുകയാണ്. അപ്പൊ എന്തായാലും സനയുടെ എന്താ പറയാ, ഇത്തരത്തിലുള്ള സിനിമകൾ വീണ്ടും മലയാളി ഓഡിയൻസ് ആഘോഷിക്കേണ്ടതുണ്ട്. ഓർമ്മകളൊക്കെ പുതുക്കണം. ഇങ്ങനത്തെ സിനിമകൾ വീണ്ടും വീണ്ടും കണ്ട് അത് മീൻസ് ക്രിട്ടിസൈസ് ചെയ്യണം. എങ്ങനെയാണ് നമ്മുടെ പണ്ടത്തെ മലയാള സിനിമകളൊക്കെ എല്ലാവരും പഠിച്ചിരിക്കണം അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തുന്നതാണ്. അതുവരെ ബൈ.